ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു ഹെൽത്തി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കിയത്. റാഗി സേമിയ ഉപ്മ. റാഗിയൊക്കെ നല്ല ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഈയിടെ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലത്തു നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ റാഗി സേമിയ. അപ്പം ആദ്യം നമുക്ക് ആ സേമിയ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുങ്ങാൻ പരുവത്തിൽ വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒത്തിരി നേരം വയ്ക്കരുത്, അലിഞ്ഞു പോവും. അപ്പം 1 മിനിറ്റ് ആദ്യം കുതിർക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ കുതിർന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിഴിഞ്ഞ് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിലായാലും മതി, ഇല്ലെങ്കിൽ ആവി കയറ്റുന്ന സ്റ്റീമറിലായാലും എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് 1 മിനിറ്റ് വയ്ക്കാവൂ. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞ് ഇതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ആവി കയറുമ്പോൾ തന്നെ നല്ല പാകമായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ, കടുക്, ഉഴുന്നും പരിപ്പ് ഇട്ട് കടുക് വറുത്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കറുവതപ്പ് ഒന്ന് വശിക്കതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കയ്യിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല, കാബേജ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി അങ്ങനത്തെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ക്യാരറ്റും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കടുക് വറുക്കുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ട് കടുക് വറുത്തെടുക്കാം. എന്ത് വേണേലും ഇട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചെറിയ രീതിയിലൊന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് വഴണ്ട് വരാൻ കുറച്ച് ലേറ്റായി. വഴണ്ട് വരുമ്പോൾ ഇത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം 3 മുട്ട ഉപ്പിട്ട് ഒന്ന് പാനിലോട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കാം. ആ പാനിൽ തന്നെ എടുത്ത് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ റാഗി ഉപ്പുമ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് മുട്ടയും ചിക്കി അതുകൂടി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് റാഗി സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് റാഗി സേമിയ നമുക്ക് ആവി കയറ്റി വെച്ചിട്ടുണ്ട്, ഒത്തിരി നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ വറുത്തിട്ട് നമ്മൾ സേമിയ ആഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം മുട്ട ചിക്കി വെച്ചിരിക്കുന്നതും കൂടി ആഡ് ചെയ്ത് ഇളക്കി എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു റാഗി സേമിയ മുട്ട ഉപ്മ അങ്ങനെ തന്നെ പറയാം. മുട്ടയും കൂടെ ചേർത്ത്, മുട്ട ഓപ്ഷണലാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് കയ്യിലുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നട്ട്സും മുന്തിരിയൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്ക മുന്തിരി. അങ്ങനെ നമ്മുടെ റാഗി ഉപ്മ റെഡിയായി കഴിഞ്ഞു. എൻ്റെ മോന് ഹെൽത്തി ആയിട്ട് തന്നെ ഞാൻ റാഗി ഉപ്മ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ചൂടോടെ കൊണ്ട് കൊടുക്കുകയാണ്. മോനിട്ടന് ഭയങ്കര ഇഷ്ടമായി. ഹെൽത്തിയാന്ന് പറഞ്ഞപ്പോൾ മോൻ പറയാണ്, അമ്മ അപ്പോൾ ഓയിലൊന്നും ചേർത്തിട്ടില്ലേ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ. കുറച്ച് ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിനോട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.